നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എന്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഡോക്ടർ, ഇത് ശ്യാമയാണ്, സിംഗർ. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ചതാ. ഡോക്ടർ പ്ലീസ്. ഡോണ്ട് വറി, ഞാൻ നോക്കട്ടെ. ഡോക്ടർ, തലയിലെ മുറിവിന് അല്പം ആഴമുണ്ട്. ഞങ്ങളൊന്ന് വിശദമായി നോക്കട്ടെ. സർ, എനിക്കൊന്ന് 2 കോൾ ചെയ്യണം. പ്ലീസ്, നിങ്ങളത് ചെയ്തോളൂ. അകത്തേക്ക് കൊണ്ടുപോയി. എന്തായി മോളെ, ഒരുക്കങ്ങളൊക്കെ കഴിയാറായോ? ആ, കഴിയാറായി അച്ഛാ. എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്കുക. കുമാട്ടി, എന്ത് ചെയ്യുവാണെങ്കിലും തിരുമേനോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ. ശരി. തിരുമേനി നമസ്കാരം. നമസ്കാരം. സത്യത്തില് ഞാൻ കണ്ടുവച്ച ക്ഷേത്രത്തിന് പകരമെന്നുള്ള രീതിയിലാണ് ഇവിടെ വന്ന് കണ്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നി ഇവിടെയാണത് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നതെന്ന്. അത്രയ്ക്കൊരു പോസിറ്റീവ് വൈബുണ്ട് ഇവിടെ. ഭഗവാന്റെ ചൈതന്യത്തിന് ഒരു കാലത്തും ഒരു കുറവും വന്നിട്ടില്ല ഇവിടെ. എല്ലാം നന്നായി നടക്കും. സർ, ഇന്ന് വിനയ മാഡം ഉണ്ടോ? ഉണ്ട്. എപ്പോഴെത്താ? വിനയ മേഡത്തെ വെച്ച് ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് എത്തും. ശരി അച്ഛാ, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. എക്സ്ക്യൂസ് മീ. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു. പേര്? രാധിക. പൂജാരിയുടെ മകളാണല്ലേ? അവിടെ പറയുന്ന കേട്ടു. അതെ. ഞാൻ ഈ പാരമ്പര്യത്തോടും പൈതൃകത്തോടും ഒക്കെ അല്പം താല്പര്യമുള്ള കൂട്ടത്തില. ഒരുപക്ഷെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ജീവിക്കുന്നുണ്ടായിരിക്കാം തന്നോടെന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് തോന്നുന്നു. എനിക്ക് പോണം സർ. ഒരു മിനിറ്റ്. ഞാൻ പറയുന്ന കേട്ട് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. എത്രയോ പേരെ, ആരാധികമാരെ ഉൾപ്പെടെ നിത്യനെ കാണുന്നു ഞാൻ. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത, ഐ മീൻ ഈ ഇന്നസെൻസ്. അതാ തന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. സിനിമാ നടനാണല്ലോ, ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ എന്നൊന്നും മനക്കണക്ക് കൂട്ടിക്കളയരുത്. ജീവിതത്തിന് ഒരു ശുദ്ധി വേണം തീരുമാനിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സോ
എന്റെ ഇഷ്ടവും എന്റെ പ്രണയവും ഒക്കെ ഞാൻ വിവാഹം കഴിക്കുന്ന കുട്ടിക്ക് മാത്രമാണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ല, എന്നോട് എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? ഇതൊരു പ്രപ്പോസലിന് പറ്റിയ സ്ഥലമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഭഗവാന് വേണ്ടി ജീവിക്കുന്ന തന്നോട് ഇതിനേക്കാൾ ഏത് നല്ല അന്തരീക്ഷത്തിലെ പറയാൻ പറ്റുക? എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി. നമുക്കൊരു ലവ് സ്റ്റോറിയുടെ ആവശ്യമൊന്നുമില്ല. എന്റെ വിവാഹത്തിന്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. സോ ഞാൻ വീട്ടിൽ അറിയിച്ചാൽ അവർ തന്റെ വീട്ടിലേക്ക് വന്ന് പെണ്ണ് കാണാൻ സമ്മതമാണെങ്കിൽ തനിക്ക് സമ്മതമായിരിക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. അത് ഞാൻ അല്ല, ഇപ്പൊ ഒന്നും പറയണ്ട. ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. ജീവ, ഷോട്ട് റെഡിയാണ്. ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. ആ ശരി സാർ. ശരി, നമുക്ക് കാണാം. റെഡി മാഡം? റെഡിയാണ്. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഭഗവാനെ രക്ഷിക്കണേ. ജീവ, എൻട്രി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.